മുന്തിരിവള്ളികൾ തളിർത്തോ? എടാ നിന്നോട് ചോദിച്ച മുന്തിരിവള്ളികൾ തളിർത്തോന്ന്? ഇല്ല. ബൈബിളിൽ ഉത്തമഗീതകൾ മാത്രം വായിച്ചാ പോരാ, അവന്റെ ഒരു മുന്തിരിവള്ളി മാതളനാരങ്ങി. അല്ല ചോ, അവരവർക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളല്ലേ വായിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നീ എന്താ വായിക്കുന്നേ? ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും വായിക്കാറില്ല. താങ്ക് യു. അപ്പനും അമ്മയ്ക്കും മക്കളെ ദൈവദാസന്മാരാക്കിയാൽ മതിയെന്ന് നേർച്ച നേർന്നാ മതി. ഇവന്മാരെയൊക്കെ തിരുവസ്ത്രം ഒടിപ്പിക്കേണ്ട പാടേ ഞങ്ങൾക്കേ അറിയൂ. കർത്താവേ, ഇവന്മാരുടെ മേലെ ഒരു കണ്ണ് വേണേ, എൻ്റെ മേലും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആത്മീയ സമർപ്പണത്തെക്കുറിച്ചാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ലൈംഗിക സമർപ്പണം. അയ്യോ പറയല്ലേ, ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. കയറി ഇരുന്നാട്ടെ. വല്ല മിസ്സായ? ഏയ്, തുടങ്ങാൻ പോണല്ലുള്ളൂ. എന്താണ് ലൈംഗിക സമർപ്പണം? മനുഷ്യന് ലൈംഗിക വികാരങ്ങൾ ഉണ്ടാവും. അതാണായാലും പെണ്ണായാലും വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കണം. അച്ചോ, ഈ വികാരവും വികാരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ അടുത്ത കാലത്ത് ചില ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വികാരങ്ങളെ നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടുകാർ വികാരം കൊള്ളും. അതുകൊള്ളു. പെണ്ണിന് പുരുഷനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അവളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആണിനിണയായിട്ടാണ്. അതുകൊണ്ട് അവളുടെ ശരീരഭാഗങ്ങൾ പുരുഷനെ ആകർഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുരുഷന് ഇഷ്ടം തോന്നുന്ന വിധത്തിലുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു സുന്ദരിയായ പെൺകുട്ടി നിങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്നതായി സങ്കല്പിക്കുക. കടുക്കാവെള്ളം കുറെ കൂടുതൽ വേണ്ടി വരും. കടുക്കാവെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ കുടിക്കാതിരുന്നാലാ. പെൺകുട്ടിയുടെ നടപ്പിന് ഒരു പ്രത്യേക താളമുണ്ട്. ആ താളം പുരുഷനെ അവളിലേക്ക് ആകർഷിക്കും. ഒരു ഡൗട്ട്, ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ മാത്രമേ നിനക്ക് ഡൗട്ട് ഉള്ളൂ അല്ലേടാ ജിമ്മി? എന്താ ഡൗട്ട് പറ. അല്ല, നമ്മുടെ സെമിനാരിയുടെ തെക്ക് ഭാഗത്തുള്ള ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് ഒരു സുന്ദരി ഇറങ്ങി വരുന്നതായി ഞങ്ങൾ സങ്കല്പിച്ചോട്ടെ. ഇത്ര ചെറുപ്പത്തിലെ നിനക്ക് തെക്കോട്ട് പോണോടാ? നമ്മള് എവിടെ പറഞ്ഞു നിർത്തിയേ? ഒരു പെണ്ണ് താളത്തിൽ നടന്നു വരുന്ന ഫാദർ. ആ താളം പുരുഷനെ അവളിലേക്ക് ആകർഷിക്കുന്നു ഫാദർ. എന്തൊരോർമ്മ, എന്തൊരു ശുഷ്കാന്തി. അങ്ങനെ അവൾ നടന്നു വരുമ്പോൾ അവളെ ഒരു പാണ്ടിലോറി ഇടിച്ചു. ഇനി നമുക്ക് മോശയുടെ 10 കൽപ്പനകളെ കുറിച്ച് പഠിക്കാം. അത് മോശമല്ല ചോ. സ്റ്റീഫ, അതെന്താടാ മോശം? അല്ല, പാണ്ടിലോറി അവളുടെ മേത്ത് മുട്ടിയില്ലല്ലോ, ജസ്റ്റ് മിസ്സല്ലേ ആയുള്ളൂ. കർത്താവേ, ഇവന്മാരെ പോലുള്ളവർ കാരണം നമ്മുടെ മാർപ്പാപ്പ ക്ഷമ ചോദിച്ച് മടുത്തു. ഇവന്മാരിങ്ങനെ തുടങ്ങിയാൽ അങ്ങേർക്ക് ഈ സഭ പൂട്ടിക്കെട്ടേണ്ടി വരുമല്ലോ. ദേശത്തിലാണല്ലോ, വഴിയുണ്ട്. കർത്താവെ, ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഉറക്കമുണരുന്നു. പകൽ മുഴുവൻ തിരുവചനങ്ങൾ ഉരുവിട്ട് പഠിക്കുന്നു. രാത്രിയിലെ കുരിശുവരെയും പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറേയില്ല. അത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പറയുന്ന പോലെ അല്ല, ഇത് ലാസ്റ്റ് ടൈമാ. ഇന്നത്തോടു കൂടി എല്ലാം ക്ലോസ്. ഇവിടെ ഇരുന്ന് പാടാനൊന്നും പറ്റത്തില്ല, ഇറങ്ങി പോകാൻ നോക്ക്. അല്ല, നിന്റെ വീട്ടിൽ ഒന്നും പാടോടാ, പോടാ. അയ്യോ, ബാറിലെ വെയിറ്റർമാർ ആവശ്യത്തിന് കൈവച്ചത് കാരണം ഞങ്ങളൊന്നും ചെയ്തില്ല. അതുമാത്രമല്ല, ഈ സെമിനാരിയിലെ കുഞ്ഞച്ചന്മാരാവുമ്പോ അച്ഛനോടുള്ള ബഹുമാനം അവർക്ക് ഞങ്ങൾ കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് കേസൊന്നും ചാർജ് ചെയ്യാതെ ഞാനിങ്ങ് കൂട്ടിക്കൊണ്ട് പോന്നു. എന്ന് വെച്ച് ഇനി ആ കൺസിഡറേഷൻ കിട്ടില്ല, കേട്ടാ? പിന്നൊരു കാര്യം, ബഹുമാനം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇനി യുവന്മാർ ഇത്തരത്തിൽ വേല കാണിച്ചാ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് ചാർജ് ചെയ്യും. ന്യൂഡൽഹി സിനിമയിൽ ത്യാഗരാജനെ കൊണ്ടുപോകുന്നത് പോലെ എന്നെ കൊണ്ടുപോകുന്നതായി നിങ്ങൾക്ക് തോന്നി അല്ലേ? എങ്ങനെ മനസ്സിലായി? നീയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുമെന്ന് എനിക്ക് അറിയാമട ജിമ്മി. ഇനി നിങ്ങൾ എങ്ങനെ വിട്ടാ എനിക്ക് അത് തന്നെ സംഭവിക്കും.
അത് ഞാൻ എന്നോടും ദൈവത്തോടും ചെയ്യുന്ന വലിയ അനീതിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടേച്ചവർ തന്നെ വരും തിരികെ വിളിച്ചു കൊണ്ടുപോകാൻ. അത് ഞാൻ ആ 3 പേരും പോവാൻ റെഡി ആയിക്കോ. ഹലോ, ഞാൻ കണ്ടളിയാ എന്തോ എന്റെ ആ സ്വപ്നത്തിലെ സുന്ദരിയില്ലേ അവളെ. സത്യം കിട്ടും. അതേടാ, നീ അവളെ അനന്തതയുടെ ഞാൻ നീലിമയിൽ ഒഴുകി വരുന്നൊരു അപ്സരസായി കണ്ടോ? കണ്ടു. എന്റെ അമ്മേ, നീലമ്മ ശീതനയിൽ താമര പൊയ്കയിൽ നീന്തി തുടിക്കുന്ന ഒരു അരണ്യമായി കണ്ടോ? പച്ചപ്പട്ടുടുത്തൊരു പ്രകൃതി, പട്ടുടുത്ത പച്ചപ്പനന്തത്തെ പോലെ പാട്ടും പാടി വരുന്ന നീ കണ്ടോ? കണ്ടളിയാ കണ്ടു. നീ അവിടെ പാട്ടും പാടിയിരുന്നു. ഞാനിവിടെ എത്തിയ ഉടനെ എന്നെ അപ്പനെ എന്നെ പിടിച്ച് കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്തു. 8ന്റെ പണി നിന്നു. ഓ, അത് വലിയ കഷ്ടമായി പോയല്ലോടാ. സാരമില്ല, ഏത് മരുഭൂമിയിലും നമ്മളൊരു പച്ചത്തുരുത്ത് കണ്ടെത്തുമല്ലോ, ഒരാശ്വാസത്തിന്. ഇവിടെ ഞാനും കണ്ടെത്തിയിട്ടുണ്ട് ഒരു പച്ചത്തുരുത്ത്. ഞാൻ പറഞ്ഞ ആൻസിയിൽ. നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഏതായാലും നീ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ നിന്റെ സ്വപ്ന സുന്ദരിയെ കണ്ടുമുട്ടിയല്ലോ. ഇനി ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോ. ഏത് സമയത്തും എന്ത് ഉപദേശത്തിനും നിനക്കെന്നെ വിളിക്കാം. ഞാൻ വിളിക്കും. മോനാടാ, ആ, ഞാൻ വിളിക്കാം. മേളിലേക്ക് വാ, ഇങ്ങോട്ട് വാ. ടി വി എടുത്തറ. ഭഗവാന്റെ മുമ്പിൽ വിളക്ക് വെക്കുന്ന സമയത്ത് അവന് ടി വി കാണില്ലേ. എടാ വന്നിച്ചില്ല നിന്നിക്കരുത്. ഭഗവാനെ ഈശ്വര, ഒരിക്കലും ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാൻ എന്നെ കൊണ്ട് തോന്നിപ്പിക്കില്ലേ ഭഗവാനെ. ഭഗവാനെ ക്ലാസ് എടുക്കടാ. ഇതൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെച്ചെന്റെ അച്ഛനെ തന്നെ വെച്ചായിരുന്ന ടച്ചിങ് ഇവിടെ തന്നെ ആ പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിക്കല്ലേട്ടാ. ഇവനാണ് ഞാൻ പറഞ്ഞ പയ്യൻ. എന്താ നിന്റെ പേര്? ബോബി. ഈ ഏരിയയിലെ നല്ല പിള്ളേര് ഇവരാ. ആണേ, കഴിക്കുവോ? ചിരിക്കുവെന്നല്ല ചോദിച്ചത്, കഴിക്കുവെന്ന്. കഴിക്കും ആണോ? ദാ വെൽക്കം ടു കൊച്ചി. നല്ല ദാഹമായിരുന്നു അല്ലേ? കൂമ്പു അടി പോട്ടോ. ഒന്നുകൂടെ ആവാല്ലേ? നോ, ഒരു 1.5 ആയിക്കോട്ടെ. 2 കൊടുക്ക്. ഒന്ന് മതി. എന്നാ ഞാനവിടെ പോയിട്ട് വരാം. മുള്ളോട്ടോറും കഴിച്ചിട്ട് പോയി. വേണ്ട, ആ സെക്രട്ടറി മണിപ്പിച്ചോക്കൂടാ. അയാളെന്താ പോലീസ് നായാണോ? അതെനിക്കറിയോടാ, അയാൾ വെറും കഞ്ഞിയാടാ. റിയലി? മച്ചാനിപ്പോ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് വന്നതാണോ? സ്കൂളല്ല, സെമിനാരി. സെമിത്തേരിയാ? എടാ സെമിത്തേരി അല്ല, പിന്നെ? സെമിനാരി. അച്ഛനാവൻ പഠിക്കുന്ന സ്ഥലം. അച്ഛനാ പഠിക്കണോ? അതിന് കല്യാണം കഴിച്ചാ പോരെ? വേണ്ടടാ, കല്യാണം കഴിക്കണ്ട. അത് നേരാണ്. എന്റെ അച്ഛൻ കല്യാണം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഓ എടാ വധൂരി, അതല്ല പറഞ്ഞത്. പള്ളിയിൽ അച്ഛനാവൻ പഠിക്കുന്ന സ്ഥലം, അതാണ് സെമിനാരി. അത് ശരി. ഇത് കാരണത്താല നമ്മൾ സെമിനാരിന്ന് പുറത്തായത്. നമുക്ക് പറ്റിയ കമ്പനിയാണ് കേട്ടാ. ഹലോ, കാര്യം പറ. നിങ്ങൾക്ക് എന്താ പണി? കൊട്ടേഷനാണ്. കൊട്ടേഷൻ. ആര്? ആ പോയത് ആരാന്നറിയാവോ? ടൂൾ സജിയാണ്. ടൂൾ സജി കണ്ടാ പറയില്ല, ചെതറ് സാധനമാണ്. ഡബിൾ ചങ്കാണ്, ഡബിൾ ചങ്ക്. എന്താ ഭയ? ഒരു പല്ലിയാണ് ആളെ പേടിപ്പിച്ച് കളഞ്ഞു. കംപ്ലീറ്റ് ഗ്യാസും കളഞ്ഞു. ഒന്ന് പൊക്കിടാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കട്ടെ ഭയ. ഒരു കുഞ്ഞി പല്ലിയാ. വധൂരി പൾസർ. ബിജു, ഷാജി, പണിയണ്ടാ? ചെറിയ പണിയായിട്ട് അങ്ങോട്ട് പോണു മച്ചാനെ. മച്ചാന് പണിയുണ്ടാ? എവിടെ? നൈസായിട്ട് അങ്ങോട്ട് പോകും. അല്ല മച്ചാൻ എന്താണ് ഇവിടെ? ഇത് നമ്മുടെ ഇങ്ങോട്ട് നോക്കടാ. ഇത് നമ്മുടെ ഫ്രണ്ട് ബോബി. അപ്പൊ കുടുംബത്തിൽ പറഞ്ഞ പിള്ളേരൊക്കെ നീ ഇപ്പൊ കമ്പനിയാണാ? ഇത് തേള് ഷിജു. ഞാൻ തേളേന്ന് വിളിക്കും. ആള് ഉളയാ. കണ്ടപ്പോ തോന്നിയായിരുന്നു. ഇത് പള്ളുരുത്തി ഷാജി. ഹലോ. ദേ, ഇത് ചെങ്കീരി ബിജു. ഇത് പിന്നെ പൾസർ.
മച്ചാമാരെ ഞാൻ വേറെ സെറ്റപ്പ് ആയിട്ടിരുന്ന ഇവൻ ഒരു കൊച്ചായിട്ട് പ്രണയത്തിലാ. എടാ എന്ന് പറഞ്ഞ നല്ലതെന്നാ, മോശമായി പറഞ്ഞ ഞാൻ അങ്ങനെ പറയുള്ളൂ. അപ്പൊ ഇവൻ പ്രണയിക്കുന്ന ആ സുന്ദരി പെണ്ണ് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാ. ആണോ? അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി ആ പെണ്ണിനെ കണ്ടിട്ട് പോവാം. ഓക്കെ, അവളിപ്പോ ഇങ്ങോട്ട് വരും. എന്താന്ന്? അതല്ല ഭായി, അവളിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഇവരൊക്കെ ഇവിടെ കൂടിക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കത്തൂടിയില്ല. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. നീ സംസാരിക്കുന്ന ഉറപ്പാണോ? എന്നാ പിന്നെ കുറച്ചേരം ഞങ്ങൾ അങ്ങോട്ട് മാറിക്കാം. ഇവൻ മാത്രം എടുക്കട്ടെ, നമുക്ക് അപ്പുറത്തോട്ട് മാറിക്കാം. അതെന്തിനാണ്? അവൻ പ്രേമിക്കട്ടാ. സംസാരിച്ചോളൂട്ടാ. ഇതാണ് സാധനം. ഇച്ചി പ്രായം ഉണ്ടല്ലേ? ആ, അത് ഇപ്പത്തെ ട്രെൻഡാണ് ഭായി. അയ്യോ, ഓട്ടേ പേടിക്കണ്ട പറ്റാ, വണ്ടി കിടക്കല്ലേ, നമുക്ക് അതിൽ പോവാം. നിങ്ങൾ ഓടി വണ്ടി കയറാ. പെട്ടെന്ന് കയറും. പതുക്കെ തുറക്കണേ. വിട്ടോ? എന്താടാ ചിരിക്കാതെ കാര്യം പറ, വണ്ടി എടുക്ക്. മച്ചാനെ, ഒരു കുഴപ്പമുണ്ട്. എന്താ? ഈ വണ്ടി ഒരു ദിവസം ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ആവുള്ളൂ. ഇപ്പൊ നീ എന്തിനാണ് ഓഫ് ചെയ്തത്? ഇനിയിപ്പോ എപ്പോ സ്റ്റാർട്ട് ആവും? നാളെ രാവിലെ. ബോബി, ഗോപി, ദേവന്നടാ. ഞാൻ എന്റെ ഭാര്യയുടെ മുഖം തുപ്പിപ്പോയതാ. ആ, അപ്പൊ എല്ലാത്തിന്റെ ഒരുപോലത്തെ സാധനമാണല്ലേ. ചെല്ലട ചെല്ലടാന്ന് പറഞ്ഞ അങ്ങ് പറഞ്ഞു വിടല്ലേ. ഇതിനൊക്കെ ഒരു സംഭവം ഉണ്ട്. നീ ഇവിടുന്ന് ചെല്ലുന്നു, അവളെ വിളിക്കുന്നു, അവൾ തിരിഞ്ഞു നോക്കുന്നു, നിങ്ങൾ മുഖത്തോട് മുഖം കാണുന്നു. അങ്ങനെ വന്നവനും പോണവനും ഉമ്മക്കാനെ ആ പോയ നിന്റെ ഭാര്യയല്ല, ഇവൻ പ്രേമിക്കുന്ന പെണ്ണ. അവളെ എനിക്കൊരു ഉമ്മ നടില്ല. പിന്നെ ഇവിടെ നിനക്ക് മാത്രമേ കിട്ടാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും കിട്ടി. കൊടുക്കടാ. നിനക്ക് എല്ലാവരോടും പറഞ്ഞോടൊക്കെ സിംഹത്തിന് ഉമ്മ കൊടുക്കുന്നു. ഒരു ടൈമിംഗ് ഇല്ലാതെ പ്രേമിക്കാൻ നടക്കുന്നു. ഏതാടയാ കൂടെ പോകും. ഒരു ചെറിയ അയ്യോ പാവം കേസാണ്, ഒരു പാവം ചെക്കന്റെ പ്രേമ കേസ്. ഡാ വിളിയടാ അവനെ. ഈ വക അംഗൻവാടി കേസൊന്നും ഞാൻ അടിക്കലട്ടാ. ഏയ്, അവന് പ്രായമുണ്ട് കേട്ടാ, പോരത്തിന് പൂത്ത കാശും. ആണോ? അവന്റെ നാട്ടിലെ അമീർഖാനാണോ അവൻ? ഹായ് മച്ചാ. ഹായ്. മച്ചാന്റെ പേരെന്താന്നാ പറഞ്ഞേ? പുഷ്കരൻ, പുഷ്കു. എന്ത് പേരാടാ നിന്റെ? എന്താണ് നിന്റെ അപ്പന്റെ പേര്? അഭിഷേക്. എന്നാ പിന്നെ ബച്ചനൊന്നും കൂടി ഇടായിരുന്നല്ല. ബച്ചനല്ല, അച്ഛനാണ് അഭിഷേക് അച്ഛൻ. അതെ, ഞാനൊരു പെണ്ണായിട്ട് പ്രേമത്തിലാണ്. ഞങ്ങൾ റിയാലിറ്റി ഷോയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണേ. ഞാൻ കൈക്കൂലിയെ കൊടുത്ത് ജഡ്ജസിന് പൈസയെ കൊടുത്ത് അവളെ ഫൈനൽ സ്റ്റേജ് വരെ എത്തിച്ചാണ്. അപ്പോഴേക്ക് അവരുടെ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷവും എന്നെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ കാല് മാറി കെണ്ടുകൾ. എനിക്ക് അവളെ കെട്ടിയേ പറ്റുള്ളൂ ചേട്ടാ. അടുത്ത ഞായറാഴ്ച അവളുടെ കല്യാണം ഫിക്സ് ചെയ്തേക്കണേണ്. നാളെ അവൾ ചുള്ളിക്കല്ലിൽ ഒരു അങ്കിളുടെ വീട്ടിൽ വരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പൊക്കനാണെങ്കിൽ നാളെ തന്നെ പൊക്കണം. പെണ്ണിനെ എൻ്റെ അടുത്ത് എത്തിച്ചെന്നാൽ മാത്രം മതി. ഒരു 25,000 രൂപ ഞാൻ തരാം. സജിബായ്, നമുക്ക് ഇതങ്ങ് ഏറ്റെടുത്താലോ? ഒന്നുമില്ലെങ്കിലും പ്രേമത്തിന്റെ കാര്യം ഏറ്റു. ഏറ്റില്ല. ഏറ്റു. ഇത് അവളുടെ വണ്ടിയാണല്ലോ. അത് തന്നെ നോക്ക്. അതെ, ഞാനും കൂടെ ഒന്ന് കണ്ടോട്ടെ. ഇതാണോ നീ പ്രേമിക്കാൻ വേണ്ട? ഇതാണ് ഞാൻ സ്നേഹിക്കണോണ്ട്. പറ്റിക്കാൻ നോക്കരുതട്ടാ. ചേട്ടാ, ഇതാണ് ഞാൻ റിയൽ ആയിട്ട് പ്രേമിക്കുന്ന പെണ്ണ്. ഞാൻ കാശ് തരാന്ന് പറഞ്ഞാ 25,000 നിന്റെ പെണ്ണെന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്. 3 പ്രാവശ്യം 10ാം ക്ലാസ് തോറ്റി ലക്ഷം വീട് കൊള്ളി കിടക്കുന്ന ഒരു പെണ്ണായിരിക്കും. മാക്സിമം പോയ ഒരു ജലജ, അത്രേ ഉള്ളൂ.
ഇതിനെ കിട്ടിയ ഞാൻ കൊടുക്കൂല കേട്ടോ. ഞാനും കൊടുക്കൂല. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല. ഇവനോടെ പോണു. എടാ ബോബി, ഇവനിത് എവിടെ പോണത്? ഇനി നീ അങ്ങനെ പിടിക്കണ്ട. കയ്യെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഓടിയിട്ട് നീങ്ങണില്ല. നീ എന്താ കാണിക്കണത്? ഇരുമ്പുള്ളി കൊളസ്ട്രോൾ നല്ലതാണ്. ഈ മരം അങ്ങനെ തന്നെ പിടിക്കാലും നിന്റെ കൊളസ്ട്രോൾ തീരിയല്ല. വാ വാ വാ. അയ്യോ, പാണാവള്ളി ഇതിൽ കൂട്ട് ഓടിയായിരുന്നു. അവളെന്ത്? അവനും കാണാനില്ല. അവരെന്തേ? അവളെവിടെ? അതല്ലോട് തന്നോട് ചോദിച്ചു. അത് തന്നെ ചോദിച്ചു. അവളെവിടെ? അവളെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര പേരെ ഇടുന്ന് ഓടിയത്. അതിന് ഞങ്ങളോട് കൂടെ എന്താ കാര്യം? പിന്നെ ഞാനോട് ചോടും. ദേ അവര് വന്നു. ഓടിക്കോ. ദേ ഇവിടെ വാടാ. കുറച്ച് സമാധാനം കിട്ടട്ടെ. അവൻ എവിടെയെങ്കിലും ഓടി നടന്നിട്ട് വന്നോളൂ. അവൻ ഈ പെണ്ണുമായിട്ട് എവിടെ പോയി? ഇവിടെ തന്നെയാണ് വരാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് കൊട്ടേഷൻ ടീമാണ്? എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ദേ ഒരു കാര്യം. എടാ ഇനി പച്ചക്ക പെണ്ണെ കൊണ്ട് പോയി കാണും. അല്ല പെണ്ണും കുഴപ്പമില്ല, അവനെ കുറ്റം പറയാനും പറ്റില്ല കേട്ടാ. അവൻ ആ ടൈപ്പൊന്നും അല്ല. ഞാനാണെങ്കിൽ ഓക്കെയാണ്. നിങ്ങൾ ഇങ്ങനെ കുണുകുണ വർത്താനം പറഞ്ഞ് കണ്ട് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ചങ്കൂട്ടി പോവും. ദേവൻ മുതല് അവൻ അറിവണ്ട. അവര് തമ്മിലെ ജോഡി. ശരി പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്തും പറയും. ഓ ഇപ്പൊ ഒരു സൗണ്ട് കേട്ടാ. അവന്റെ ഭാര്യയിലോട് ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ. താങ്ക് യു. അപ്പൊ ഓക്കെ. അതെ മറ്റേ പൈസ. അയ്യോ, ടേക്ക് ഇറ്റ്. ഇത് തീപ്പട്ടിയാ. ഓക്കെ നന്നായി വാ. പോണ കണ്ടാ ആ പോക്ക് കണ്ടില്ലേ? റെയിൽവേ സ്റ്റേഷനിൽ കാപ്പിക്കച്ചവടക്കാരൻ ഫ്ലാസ്കും തൂക്കിട്ട് പോണ പോലെ പോണത്. എന്തായാലും അവരുടെ പ്രേമം പൂണിഞ്ഞ്. ഇനി നിന്റെ പ്രേമം പൂണിയാൻ. അതെ, പിടിച്ചോ വച്ചോടാ. സാർ ഒരു ചെറിയ ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. എന്താ പറയൂ? ഇവൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഇവിടെ വന്നതിൽ മിച്ചം വന്ന വല്ല പെണ്ണുണ്ടെങ്കിൽ ഇവന് കൊടുത്താൽ ഇവൻ കെട്ടിക്കോളും. ഓരോ പിന്നെ പ്രശ്നമല്ലേ ഉള്ളൂ. അയ്യോ അത് നടക്കൂല. എന്താണ്? എനിക്ക് ഒപ്പിടാ അറിഞ്ഞൂടാ. എനിക്ക് നന്നായിട്ട് ഒപ്പിടാൻ. ഞാൻ കണ്ടിട്ടുണ്ട്. ജിലേബി പോലത്തെ ഒപ്പല്ലേ? അമ്മ നിന്റെ അമ്മ നല്ല ഷേപ്പാ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താന്ന് എനിക്ക് മനസ്സിലാവാത്ത. അയാളുടെ പേരെന്താ? പേര് അതും അറിയില്ലേ? ബോബി സാറ് വിളിക്കണു. ബോബി. വരൂ. കല്യാണ ദിവസം ചെറുക്കന്റെ പേര് അറിയുന്ന ആദ്യത്തെ പെണ്ണാ നീ. ഇങ്ങോട്ട് പോരു വാ. ആരാ മരിയ? ഞാനാണ്. ആരാ വരൻ? ആരും വരാനില്ല സാറേ, ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. അതല്ല ചോദിച്ച, ആരാ കല്യാണം കഴിക്കണ ചെക്കൻ ചോദിച്ച. വിവാഹം കഴിക്കാനേ 21 വയസ്സ് തികഞ്ഞിരിക്കണം. അതിന്റെ രേഖ വല്ലതും ഉണ്ടോ കയ്യില്? അവന്റെ ഒരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട്. ഇംഗ്ലീഷ് ബുക്കല്ല, SSLC. അതെന്താണ്? ഇംഗ്ലീഷ് ആയാലും എന്തായാലും കാണിക്കൂ. അത് റേഷൻ കാർഡ് വിടുന്ന സാധനം. 21 വയസ്സും 10 ദിവസവും. ഓ, കല്യാണം കഴിക്കാനായിട്ട് മുട്ടി നിക്കായിരുന്നല്ലേ? എന്നാ ഇതിലൊന്ന് ഒപ്പിട്. ഒപ്പിട്ടു. ഇനി മാല ഇട്ടോളൂ. മാലേ മാലോട് കൊടു.
അവിടെ പോയി. ഗുഡ് നൈറ്റ്. ബാബുവാ. ആയിക്കോട്ടെ. ഓ ഓ, ഓ. നീരാടും നേരം നിൽക്കുന്നു തീരത്തെ മന്ദാരം. ബോബി വരൂ. ഇവിടെ വച്ചല്ല. കുറെ കാലം ഞാനും അജയും ആത്മാർത്ഥമായിട്ട് പ്രേമിച്ചതാണല്ലോ. എനിക്കറിയാം അജയ് എപ്പോഴെങ്കിലും എന്നെ തേടി വന്നാൽ ഞാൻ അയാളിലേക്ക് അടുക്കുമെന്ന്. അയാൾ വേറെ കല്യാണം കഴിച്ചെങ്കിലും എനിക്കത് പ്രശ്നമല്ല. അജയുടെ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ അയാളുടെ വെപ്പാട്ടിയായി മാറിയേക്കാം ചിലപ്പോൾ. അത്രയ്ക്കാ എനിക്ക് അജയോടുള്ള ഇഷ്ടം. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. അജയ് ഇപ്പോൾ വേറെ കല്യാണവും കഴിച്ചു. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാൻ പോകുന്നു. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. ബോബിയെ ഞാൻ ഒരു കരുവാക്കിയതാണ് എൻ്റെ സെൽഫിഷ് ആയിട്ടുള്ളൊരു വാശിക്ക് വേണ്ടി. എനിക്ക് ബോബിയോട് യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഉണ്ടാവില്ല. എൻ്റെ മനസ്സിൽ അജയ് തന്നെയാണ് ഇപ്പോഴും. അജയിൽ നിന്ന് അകന്നു നിൽക്കാൻ എനിക്കൊരു ഭാര്യ പദവി വേണം. അതിനുവേണ്ടി മാത്രമാണ് ഈ വിവാഹം. എന്ന് വെച്ചാ നമ്മളിവിടെ ഭാര്യയും ഭർത്താവും ഒന്നുമല്ല, 2 മുറി താമസിക്കുന്ന 2 മനുഷ്യർ. അത്രയേ ഉള്ളൂ. അത്രേ ഉണ്ടാവാൻ പാടുള്ളൂ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. മിണ്ടാതിരിടാ. ഹലോ എടാ പുല്ലേ, നീ തിരുവനന്തപുരത്ത് പോയി കിടന്നല്ലേ ഈ കാട്ടാൻ കാണിക്കൊള്ളു. നീ ധൈര്യം ഉണ്ടെ കൊച്ചിക്ക് വാടാ. കൊച്ചി വന്ന നിന്നെ ഇവിടെ ഞാൻ പൂളും. ഞാൻ നിനക്കെന്റെ സ്വഭാവം അറിയില്ലേണ്ടാ. തിരുവനന്തപുരത്തോട്ടാ എന്റെ പട്ടി വരും. നമുക്ക് അവിടെ പോയി പണിയാച്ചനെ. തിരുവനന്തപുരത്തോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ബസ്സിൽ കയറി ഛർദിക്കും. ഞാൻ ശ്രദ്ധിക്കും. നീയും വാ ഇരിക്കണടാ മണവാളൻ. എങ്ങനെ സ്റ്റാർട്ടിങ് ഡബിളൊന്നും ഉണ്ടായില്ല. എന്ത് എടാ പരിപാടി നടന്നു. ജിമ്മി, അളിയാ എന്തൊക്കെയാണ് ഫസ്റ്റ് നൈറ്റ് വിശേഷങ്ങൾ? അവള് സമ്മതിച്ചില്ലളിയാ. സമ്മതിച്ചില്ലെന്നാ? എന്താണ് അവള് സമ്മതിക്കാത്ത? ഒന്നും മിണ്ടായി ബായ്. അവിടെ വേറെ ആരാടാ? എന്റെ 2 ഫ്രണ്ട്സാ. എടാ അവൾ എന്തുകൊണ്ടാ സമ്മതിക്കാത്തതെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല. എടാ നിനക്ക് എന്നെ പോലെ പക്വതയില്ല. കഴിഞ്ഞു. എടാ ഒരു അച്ഛനാവാനുള്ള മെച്യൂരിറ്റി നിനക്കില്ലെന്ന് നമുക്ക് തോന്നിക്കാണും. അതിനുള്ള ഐഡിയയും ഞാൻ തന്നെ പറഞ്ഞുതരാം. അപ്പുറത്തേത് മഹാനാണെന്ന് തോന്നുന്നു. മകനോ? കല്യാണത്തിന് മുമ്പോ? മകനല്ലടാ മഹാൻ. മനസ്സിലായി. മഹാൻ മഹാൻ. ശരിയളിയാ, എനിക്ക് പക്വത കുറവാണെന്ന് മറിയക്ക് തോന്നി. അത്ര. എടാ നീ നിന്റെ പക്കത്തെടുത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കടാ. എടാ നീ ഉദ്ദേശിച്ചല്ല പക്വത. ഇനിയിപ്പോ പക്വതൊക്കെ എന്താ വഴി? എന്താ വഴി? വഴിയൊക്കെ അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കൊരു സ്ഥലം വരെ പോണം. അവിടെ പക്കത്ത് കിട്ടോ? കിട്ടോ? എനിക്കും വേണം. എനിക്ക് വേണം. സീരിയസ് ആയിട്ട് ചിലപ്പോ കിട്ടിയെന്ന് വരും. അന്ന് വാ വാ വാള വാള. എനിക്കും വേണം പക്കത. നിർത്ത് നിർത്ത് നിർത്ത്. നിക്കണ്ടേ, ബ്രേക്ക് കുറവാ. അവിടെ നിന്ന് ഭാഗ്യല തെങ്ങ് കയറി പോയനെ. ഇവനിതെന്താ ഇങ്ങോട്ട്? എടാ എന്താ നിന്റെ പ്ലാൻ? ഈ 21 വയസ്സായവരൊക്കെ ഇടുന്നൊരു സാധനമില്ലേ? ഷൂവാ? ഷൂ അല്ല. പിന്നെന്താ? ബോണ്ടേ? ബോണ്ടേ അല്ല. എന്താന്ന് വെച്ചാൽ തുറന്നു പറ ഇങ്ങോട്ട്. ഈ കുട്ടികളുണ്ടാവാതിരിക്കാൻ ഇടുന്ന സാധനം. അതൊരു ലോഡ് പായുടെ വീട്ടിലുണ്ട്. എന്ത് കാര്യത്തിന്? വെറുതെ ഇത് പേടിക്കാൻ നീ കിടന്ന് കുഴപ്പമില്ലാന്നായത്. നമ്മളെ ആണുങ്ങളാണ് നേരിട്ട് അങ്ങോട്ട് ഞാൻ ചോദിക്കണം, ഇങ്ങോട്ട് തരാൻ പറയണം. അതെ ഈ മീശ ചക്കൻ എന്തിനാന്നറിയോ? അത് പുരുഷന്മാരുടെ ലക്ഷണമാണ്. ഞാൻ പോയി മേടിച്ചിട്ട് വരാം. ചേട്ടോ എക്സ്ക്യൂസ് മീ. പണിപാളി അവിടെ പെണ്ണായിരിക്കണത്. ആണോ? ബായല്ലേ പറഞ്ഞത് മുഖത്ത് മീശയുണ്ടെന്നും ചെന്ന നടന്നു. ഞാൻ പോയിട്ടോ. അത് ഞാൻ നാളെ പഠിച്ചു കളഞ്ഞോളാം. സത്യമായിട്ട് ഞാൻ പോയിട്ടോ. ഒന്നും പറയണ്ട, ബായ എന്നെ പോയേ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ പ്രായവും ഇല്ല, പുള്ളിക്കാണെങ്കിൽ പൊക്കവും ഇല്ല. ഞാൻ പോണെങ്ങനെ? ഒരു കാര്യം ചെയ്യ്, നമുക്ക് 3 പേർ കൂടി പോവാം.
3 പേര് പോയാൽ മഞ്ചായി പോവും. എന്നവാ എന്താ വേണ്ടേ? മറ്റേ ഇതില്ലേ കവർ കവർ കവറോ? ആ കവർ. ഇവന്റെ ഒക്കെ പ്രായത്തിന് പറ്റിയ കവർ. മറ്റേ കവറോ? മനസ്സിലായില്ലേ? പോകാ പോകാ. മറ്റേ കവറില് എക്സ്ക്യൂസ് മീ, കോണ്ടം ഏതാ? ടോട്ട്ലെസ്. താങ്ക് യു. ഈ സാധനം തന്നെ ഇപ്പൊ പോയത്. എന്ത്? ആ ഇതായിരുന്നോ? ഏതാ ഫ്ലേവർ വേണ്ടത്? ഓറഞ്ച്, സ്ട്രോബെറി? ഇതെന്താ ഐസ്ക്രീമാ? എനിക്കൊരു കോൺ ഐസ്ക്രീം മതിട്ടാ. ഏതാ വേണ്ടത്? ഏതായാലും മതി. ഏതായാലും കൊടുക്ക. ഇപ്പം തന്നെ ഇട്ടോ. പോക്കറ്റിലേക്ക് ഇടാ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എന്തു പറ്റി? അതിന്റെ ചാൻസ് സ്വത്തൊക്കെ വിറ്റ് സ്ഥലം കാലിയാക്കിയ കൊള്ളാം. ഹായ് ഊഞ്ഞാൽ. ഞാൻ പോരാട്ടാ. മക്കൾ വിളിച്ചിരുന്നോ? നീ എത്തിയ? ഞങ്ങൾ നിന്നെ നോക്കിയിരിക്കായിരുന്നു. നിനക്ക് സാമൂലപ്പാപ്പനെ ഓർമ്മയുണ്ടോ? നമ്മുടെ ചെമ്പന്തൊടിയിലല്ലേ? അപ്പം മറന്നിട്ടില്ലല്ലേ? മിടുക്കി. കുഞ്ഞോളമാമ എന്തു പറയുന്നു? ആ, ഒരു വിശേഷം പറയാനുണ്ട്. ഇന്ന് ഞങ്ങളുടെ 50ാം വിവാഹ വാർഷികമാണ്. 50th വെഡിങ് ആനിവേഴ്സറി. ബോബി എന്തി? ബോബി എവിടെ പോയി? ബോബി. ഹായ്, ഞാനിവിടെ ഉണ്ട്. ഊഞ്ഞാലിലെ കയറ് ഒട്ടും സ്ട്രോങ് അല്ല കേട്ടോ. ഞാനാ ബംഗാളിയാ. മണ്ണ് ചികിത്സ കഴിഞ്ഞ് വരിക. ഹായ്, ബോബി.